പെട്ടെന്നാണ് 5 ബ്രേക്ക് വിളിച്ചത്. ഇനിയാണെങ്കിൽ 7 സെക്കൻഡിനകത്ത് ഗാർഡ് വരും. എന്റെ പൊന്നേ, ഈ കാർപ്പറ്റ് മടക്കണേയും മണലെല്ലാം കൊണ്ട് കളയണം. 2 സെക്കൻഡ്. അയ്യോ, പെട്ടെന്ന് ഗാർഡ് വന്ന് കുഴിച്ചതൊക്കെ വേസ്റ്റ് ആവുമല്ല പിടിച്ചു കഴിഞ്ഞാല്. ഇതെന്താ സംഭവം? കൊള്ളാലോ കളി. ഫ്രിഡ്ജ് നമുക്കിപ്പോ $1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ടേബിള്, പിയാനോ, ക്ലോസറ്റ്, കെറ്റിൽ ഇതൊക്കെ വാങ്ങാൻ പറ്റും കേട്ടാ. നൈസ്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പ്രിസൺ എസ്കേപ്പ് സിമുലേറ്റർ ഡിഗ് ഔട്ട്, അല്ലെങ്കിൽ തൊരപ്പം കുച്ചുണ്ടി സിമുലേറ്റർ പാർട്ട് 4 ആണിത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾമോസ്റ്റ് 6 മീറ്റർ അടുപ്പിച്ച് കുഴിച്ചിട്ടായിരുന്നു. ഇത് നമുക്ക് ബാക്കി ഈ പാട്ടി കുഴിക്കാം. സമയം കളയാനില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ കുഴിച്ച് രക്ഷപ്പെടേണ്ടതാണ്. അപ്പോൾ ഒരു കത്ത് വന്നിട്ട് കത്തൊക്കെ പിന്നെ വായിക്കാം. അപ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റഡ് ഒരു ഡിഗ് കുഴിക്കട്ടെ. റെഞ്ച്, ഇതിനെവിടെ റെഞ്ച് എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഇതിനെ അഡ്ജസ്റ്റബിൾ സ്പാൻഡർ എന്ന് പറയും. കുഴിക്കട്ടെ. കുറേ സാധനം കിട്ടുന്നുണ്ട് കേട്ടോ. നോക്കി 7 മീറ്റർ അടുപ്പിച്ചാൽ പറയാം. ഒരുപാട് കുഴിച്ചല്ലേ, നോക്കി എന്തോരം ഉണ്ടെന്ന്. നൈസ്. ഇവരെന്താ രാവിലെ തന്നെ വെള്ളം അടിച്ചിട്ടുണ്ടോ? കിടന്ന് ആടുന്നുണ്ടല്ലോ. അടങ്ങി നിൽക്കടാ. ചിലപ്പോൾ ഭൂമിയുടെ കുലുക്കമായിരിക്കും. കത്ത് പിന്നെ വായിക്കാം, നമുക്ക് ആദ്യം മണല കൊണ്ട് കളയാം. ഇവർ 34 സെക്കൻഡോടെ കഴിഞ്ഞാൽ ഗാർഡ് വരും. നമ്മൾ പിടി കൊടുക്കില്ല. വേമ്പ എല്ലാം സേഫാണ്. സാധനങ്ങൾ നിരത്താം. കമോൺ. ആകെ 2 കിട്ടിയുള്ളൂ. ടോയ്ലറ്റ് പേപ്പറിൻ്റെ ആവശ്യമുണ്ട്. കത്ത് പിന്നെ വായിക്കാം. അല്ലയോ ഗാർഡേ, താങ്കളെ കാത്ത് ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നത്? ഓടിപ്പോ. എല്ലാം കൂടെ എന്ത് തരും? 18 പോരാ, റൗണ്ടാക്കി ഒരു 20 എടുക്ക്. 20ഒക്കെ നല്ല ബിസിനസ്സാണ്, കുഴപ്പമില്ല. യെസ്, നമ്മുടെ അടുത്തിപ്പോൾ 20ഉം 53 പേപ്പർ ആയിട്ടുണ്ട്. 53 ഉണ്ടെങ്കിൽ ആദ്യം തന്നെ പോയി എടുക്കുക. എനർജി ഞാൻ കുട്ടികളെ. അതിന് 100 വേണോ? ഷടാ, ഇപ്പുറത്ത് 53 പക്ഷേ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെ എനർജി മാത്രമേ വാങ്ങാൻ പറ്റൂ. അത് മോശമായി പേട്ടാ. ഇപ്പൊ നമ്മൾ റിച്ച് ആവേണ്ടിയിരിക്കുന്നു. ടോയ്ലറ്റ് പേപ്പർ ഒരുപാട് സൂക്ഷിച്ച് വെക്കണം. കത്തിൽ എന്താ ഉള്ളത്? അതൊരു മിസ്റ്റീരിയസ് ഇൻസിഡന്റ് ടൈം ഓക്കെ. അതായത് കാർഡിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അല്ല കത്തിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പോർട്സും ബാസ്കറ്റ് റൺ ചെയ്യുന്ന ഗാർഡിനെ കുറെ നാളായിട്ട് കാണുന്നില്ല. അപ്പൊ എന്തോ ദൊറോത്തി എന്ന് പറഞ്ഞ ആരുമായിട്ടൊന്നും അടിയം കണ്ട അതിനെ അവരെ കാണാത്തത്. അപ്പൊ നമ്മൾ ദൊറോത്തി കണ്ടാൽ ചിരിക്കണമെന്നും തലയാട്ടണമെന്നൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലായില്ല. എനിവേ, നമുക്ക് കുഴിക്കാം. ദ പൈൽ ഓഫ് ഡെത്ത് ഇസ് ടു ബിഗ്. ഓക്കെ, അതായത് ഇപ്പോൾ കുഴിക്കുമ്പോൾ ഒരുപാട് മണ്ണ് കിട്ടുന്നുണ്ടെന്ന് എങ്ങാണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ടൈം മാനേജ് ചെയ്തിട്ട് വേണം മണ്ടലോട്ട് കയറിട്ട് വലിഞ്ഞ് കയറാൻ. ഇതിപ്പോൾ ആഴം കൂടുന്നവരും പാടാവരുടെ മണ്ടലോട്ട് കയറാൻ. അപ്പോൾ അതിനനുസരിച്ച് മണ്ണ് കളയാനുള്ള സമയം കൂടെ നോക്കണം. നമുക്ക് എല്ലാം കൂടെ 2 മിനിറ്റേ ഉള്ളൂ. അതിനകത്ത് എല്ലാം കൂടെ മാനേജ് ചെയ്ത് എടുക്കണം. ഓക്കെ, ഡിഫിക്കൽട്ട്. എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം അല്ലേ? അല്ല പിന്നെ എനർജി കയ്യാറായി. കുഴിക്കാം. കുഴിക്കട്ടെ. പരമാവധി കുഴിക്കാം. 8 ഇൻവെൻട്രി ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. 9 എണ്ണമായി. അതുകൂടെ എടുക്കാൻ പറ്റുമോ? ഓക്കെ, 10 8 10. ഓക്കെ, ഞാൻ വിചാരിച്ചത് എടുത്തന്ന്. ഓക്കെ, ഇനി 58 സെക്കൻഡ് ഉണ്ട്. സമയമുണ്ട്. മണ്ണൊക്കെ കളയാനുള്ള സമയമുണ്ട്. നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട് ഇനി ഷവലും കൂടി എടുക്കണം. മണലോട്ടെ ഷവൽ അടിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ഫാസ്റ്റ് ആവുന്ന പറഞ്ഞാൽ അതിന് 100 ടോയ്ലറ്റ് പേപ്പർ കണ്ട. ഇപ്പം ഈ 10 സാധനം വെച്ച് കഴിഞ്ഞാൽ 48 ഉണ്ട്. ഒരു 52 കിട്ടിയാൽ നമുക്ക് 100 ടോയ്ലറ്റ് പേപ്പർ ആവും. ഓക്കെ, ലെറ്റ്സ് കോൾ ദ ഗോഡ്. ഹലോ ഗാർഡ്, വാടാ. എന്താളല്ലാണ്ടോ? ഓടിവോ. എന്ത് തരും? 56. നൈസ്. ഒരു 60 ചോദിക്കാം. നമ്മളെപ്പോഴും റൗണ്ട് പിടിച്ചുള്ള പരിപാടിയാ. അപ്പം നമുക്ക് 108 ടോയ്ലറ്റ് പേപ്പർ ആയിട്ടുണ്ട്. നേരെ പോയിട്ട് നമുക്ക് ഷവല് പിടിക്കാം. എടുക്കുമ്പോൾ സാധനം എടുക്കടാ. കിട്ടി. കുറച്ച് എനർജിയോടെ മേടിച്ചാൽ ഇത് നമ്മുടെ കുഴിക്കൽ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. 50 എണ്ണം. അടുത്ത നമുക്ക് ഡമ്പിനും കൂടെ മേടിക്കാൻ പറ്റും നോക്കാം. എനർജി കൂടെ കൂടി കഴിഞ്ഞാൽ നന്നായിരിക്കും. ആകെ 57 എനർജി അല്ലേ ഉള്ളൂ. ഗാടുവാ. നമ്മൾ കുഴിക്കുന്ന അവന്മാരും ഒറ്റ കൊടുക്കുന്നില്ല കേട്ടോ. സംഭവം കള്ളന്മാരാണെങ്കിലും നന്ദിയുള്ള കൂറുള്ള കള്ളന്മാരാ. അവന്മാരെ ബിസിനസ് പോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഓക്കെ, എന്തോരം ആഴായിരുന്നു. ഫസ്റ്റ് നമ്മളെടുത്തപ്പോൾ ആകെ 2 പിടി മണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അതിൽ നിന്ന് എന്തോ വേറെ സാധനം അങ്ങോട്ടാക്കിയപ്പോൾ അത് 3 പിടി മണ്ണായി. പിന്നെ നമ്മൾ സ്പൂണാക്കി, അപ്പോൾ 4 പിടി മണ്ണായി. ഇത് വെച്ചിട്ട് എൻ്റെ കണക്ക് ചെയ്യണമെങ്കിൽ 5 പിടി മണ്ണുണ്ടാവും. 8.5 മീറ്ററായി. പോട്ടെ. ഇതിൽ 10 മീറ്റർ ആകുമ്പോൾ എങ്ങാണ്ട് എന്തോ ഉണ്ടെന്നൊക്കെ കത്തിലെങ്ങാണ്ടൊക്കെ വന്നായിരുന്നു. കുഴിക്ക്. ഇപ്പോൾ 9.something മീറ്റർ ആയാലോ. ഇനി നമുക്ക് ലഞ്ച് ബ്രേക്കാ. പിന്നെ 17 സെക്കൻഡിനകത്ത് ഇപ്പോൾ ഗാർഡ് വരുന്നു. കാർപ്പറ്റ് മടക്കടാ കൂട്ട്. നമ്മൾ സാറ് 1 മിനിറ്റ് എടുത്ത് ചെയ്യുന്ന പണിയാണ്. ഷവലൊന്നും വെച്ചില്ലെന്ന് തോന്നുന്നുണ്ട്. പണ്ടാര 5 പിടി മണ്ണ് കളയേണ്ടി വരുമല്ലോ പണ്ടാര വെച്ച്. ഓക്കെ, പെട്ടെന്ന് 2 സെക്കൻഡ് കൂടി. എനിക്ക് തോന്നിയിട്ട് രക്ഷപ്പെടുന്നു. അവർ പിടിക്കും തോന്നുന്നുണ്ട്. ഇത്ര നേരം കുഴിച്ച മൊത്തം വേസ്റ്റ് ആവില്ല. വേഗം എടുക്കടാ കൂട്ട്. കള. ലാസ്റ്റ് പിടി. പൊട്ട്. അയ്യോ, ഞാൻ സത്യം പറഞ്ഞ സോറി അമ്മച്ചി. ഇവള് 15 സെക്കൻഡ് സമയത്തിട്ട് വന്നു കഴിഞ്ഞാലാ ടെൻഷനായി. തള്ളച്ചി. ഇതാണ് ദൊറോത്തി.
സെൽ ഇൻസ്പെക്ഷൻ കറണ്ട് ലെവൽ 1. ഓക്കെ, അതിന് $10 കൊടുക്കണം. ഡോളർ പോയിട്ട് 5 പൈസ കയ്യില്ല. $9 ഉണ്ട്, ഒന്നുകൂടെ എടുത്തിട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. അത് കൊള്ളാം കേട്ടോ. $1 കൊടുത്ത ഫ്രിഡ്ജ് ഇവൻ്റെ ഈ സെല്ല് ഉണ്ട്, ഇതാണെങ്കിൽ വലുതാക്കാൻ പറ്റും സെല്ല്. ഓക്കെ, പക്ഷെ ചിക്ലി വാരി അറിയണം. ചിക്ലി അടിക്കട്ടെ. ഞാൻ വിളിച്ച് തൂക്കിയത് 4 ദിവസം ഇരുന്ന് കുഴിച്ചത് വെറുതെ എന്ന് വിചാരിച്ച്. ഇതുവരെ പോലീസ് പിടിക്കാതെ കഷ്ടപ്പെട്ട ഇവിടെ വരെ കുഴിച്ചെത്തിയത്. അതുമല്ല പിടിച്ചിരുന്നെങ്കിൽ മോനെ പിന്നെ ഒന്നേന്ന് കുഴിക്കേണ്ടി വന്നേനെ. എന്താ സംഭവം? ബാസ്കറ്റ്ബോൾ കോർട്ടോ. യു ഡോണ്ട് ഹാവ് എ കീ ടു ദ ബാസ്കറ്റ്ബോൾ കോർട്ട് ഗേറ്റ്. ഓക്കെ, ചാവി ഇല്ല. ചാവി ഉണ്ടെങ്കിലേ പോകാൻ പറ്റൂ. നേരത്തെ എന്താ പെട്ടി തുറന്നപ്പോൾ ചാവി ഇട്ടില്ലായിരുന്നാ? ആ ചാവി വെച്ച് ഞാൻ തുറന്നുമില്ല. അതൊക്കെ എന്തിനുള്ള ചാവിയാണാവോ? വേഗം പൊക്കോ. പോയിട്ട് വേറെ പണിയുണ്ട്. എനർജി എടുക്കടാ കൂട്ടാ. ഞാൻ അവിടുന്ന് കുറച്ച് ലൈറ്റും പിന്നെന്തായിരുന്നു എനർജി ഡ്രിങ്ക് കൂടെ 2 മേടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇതൊക്കെ എന്താന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കണം. ലൈറ്റാ ബോംബാക്കാണ്ടാണ് ആയിരിക്കുന്ന സാധനം. വേമ്പാ സെല്ലിന. പോലീസ് നടച്ചിട്ട് പോയി നമ്മൾ ഷവ്വലെടുത്തിട്ട് ബാക്കി കുഴിക്കാൻ തുടങ്ങാം. ഈ ലൈറ്റും കൂടെ ടെസ്റ്റ് ചെയ്യണം. ലൈറ്റ് എന്ന് എഴുതി കാണിച്ചത് ഇനി കണ്ടിട്ട് എന്തോ ബോംബാണെന്ന് തോന്നുന്നുണ്ട്. ഇനി മറ്റേ സിനിമയിലൊക്കെ കാണുന്നതാണെങ്കിൽ ഒരു ഫ്ലെയർ ലൈറ്റ് ആയിരിക്കുമോ? അങ്ങനെയൊക്കെയാണെങ്കിൽ പൊളിക്കും കേട്ടോ. നോക്കാം. കുഴിക്കാത്ത പോകുന്നതിനനുസരിച്ച് വെളിച്ചം കുറവുണ്ട്. 10 മീറ്ററായി. 10 മീറ്ററായപ്പോൾ അവിടെ കണ്ടോ വേറൊരു സാധനം. അതെന്താ പെട്ടിയാണോ? എന്തോ ഉണ്ടാവുന്ന കത്തിൽ കണ്ടിരുന്നു. ഞാൻ ശരിക്കും വായിച്ചു നോക്കിയില്ല. അതിനകത്ത് കുഴിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സൈഡ് കുഴിച്ച് നോക്കാം. വല്ല പെട്ടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മൊത്തത്തിൽ നമുക്ക് തുറക്കാൻ പറ്റും. ദിസ് ഈസ് ഗെറ്റിംഗ് ഇൻട്രസ്റ്റിംഗ്. സൈഡ് മൊത്തം കുഴിച്ച് നോക്കാം. അതിനകത്ത് കുഴിക്കാൻ പറ്റുന്നുണ്ട്. ഇനി വല്ല പാറയോ മറ്റോ ആണോ എന്നറിയാൻ വയ്യ. ഫുൾ ഇരുട്ടല്ലേ? നമുക്ക് കുറച്ച് ലൈറ്റ് ഇട്ട് നോക്കാം. എവിടെ? 6. ഓക്കെ, അയ്യവാ നൈസ്. ഇനി എത്ര നേരം കത്തിക്കിടക്കുമെന്ന് കൂടെ നോക്കിയാൽ എനർജി തീരാറായി. കുഴപ്പമില്ല, നമ്മളടുത്ത് എനർജി ഡ്രിങ്ക് ഉണ്ട്. തീരുമ്പോൾ അടിക്കാം. 55 സെക്കൻഡ് കഴിഞ്ഞാൽ ഗാർഡ് വരും. നമുക്ക് എനർജി ഡ്രിങ്ക് ഒക്കെ പിന്നെ അടിക്കാം. ആദ്യം മണ്ടയ്ക്ക് ഇതൊക്കെ അടച്ചു വെക്കട്ടെ, ഇല്ലെങ്കിൽ കുഴിച്ചത് വെറുതെ ആവും. അതെന്താ സംഭവം നോക്കാൻ വേണ്ടി നിന്നിട്ട് ലാസ്റ്റ് ഒന്നേന്ന് കുഴിക്കേണ്ട അവസ്ഥയാവും. അതൊക്കെ മാറ്റി വെച്ചു. മണലെടുക്കട്ടെ. നേരത്തെ ലഞ്ച് ബ്രേക്കിൽ ഞാൻ വിചാരിച്ച് തീർന്നു. അതിൻ്റെ ടെൻഷൻ എനിക്ക് ഇപ്പോഴും ഇതുവരെ മാറിയിട്ടില്ല. ഓക്കെ, ആകെ 4 സാധനം കിട്ടിയുള്ളൂ. കുറേ ടോയ്ലറ്റ് പേപ്പർ വേണമല്ലോ ഇനി അങ്ങോട്ട്. എല്ലാം എന്ത് മേടിക്കാനാണെങ്കിൽ ഇനി അങ്ങോട്ട് $100. 100 ടോയ്ലറ്റ് പേപ്പറാ. എല്ലാം കൂടി എന്ത് തരും അമ്മ? 28 റൗണ്ടാക്കി ഒരു 30 എടുക്ക്. 30, 32 ടു 31 മേടിക്കാം. യെസ്. പൊക്ക മതി. വേഗം പൊക്കോ. എനിക്ക് ഇനി എനർജി എന്നിട്ട് പണിയുണ്ട് ഇറക്കാം. 20:28, അതായത് 8 മണി ആയിട്ടുണ്ട് സമയം. വൈകാതെ ലൈറ്റ് ഓഫ് ചെയ്യും. അതിനകത്ത് നമുക്ക് കുഴിച്ചു തുടങ്ങാം. 10 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യും. 2 മണിക്കൂറും കൂടിയുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കണം. ഇനി അത് പാറയാണെങ്കിൽ ബോംബിട്ടായിരിക്കും പൊട്ടിക്കേണ്ടി വരിക. അല്ലെങ്കിൽ അവിടെ ഒരു ബോംബ് വയ്ക്കത്തില്ല. അല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലും ജയിലിനകത്ത് ബോംബ് വയ്ക്കുമോ? അല്ല പിന്നെ ഒരു ഗെയിമോ ഒരു ലോജിക്കും ഇല്ല. ഗെയിമിനകത്ത് ജയിലിനകത്താണ് ബോംബ് വയ്ക്കുന്നത്. അവന്മാർ പുറത്തുനിന്ന് വിട്ടിട്ടല്ലേ അവന്മാരെ പിടിച്ച് അകത്തിട്ടത്. അതിൻ്റെ അകത്തുനിന്ന് ബോംബ് വെച്ചോടം തന്നെ. കുഴിക്കും. ലൈറ്റ് ഇതുവരെ അണഞ്ഞിട്ടില്ല. ഓക്കെ, 9 മണിയായി. ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ട് 10 സെക്കൻഡ് ആയില്ല. അപ്പോഴേക്കും 1 മണിക്കൂർ കഴിഞ്ഞ് 9 മണിയായി. 8 മണി എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇരുട്ടായിട്ട് നമുക്ക് ബാക്കി എനർജി മൊത്തം യൂസ് ചെയ്യാം. ഒന്നുകൂടെ കുഴിക്കേണ്ടി വരും, എന്നാലേ ശരിയാവുള്ളൂ. ഷെടാ, ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കുഴിച്ച് ഇവിടെ അത്യാവശ്യം കുഴിയായി. താഴോട്ട് കുഴിക്കാൻ പറ്റുന്നില്ല. ലൈറ്റ് അണഞ്ഞ് ഗാർഡ് ഒരു പിന്നകത്ത് വരും. നമുക്ക് മേലേക്ക് കയറാം. ഈ ഒരു വട്ടം കൂടി ഗാർഡ് വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനത്തിൽ അകത്ത് നിന്ന് ചെക്ക് ചെയ്യാനുള്ള ടൈമുണ്ട്. എന്താ ഏതാന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ആ സമയത്ത് നോക്കാം. ഇപ്പൊ സേഫ്റ്റി മുഖ്യം. അൺവാണ്ടഡ് റിസ്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല കുട്ടാ. മണലൊക്കെ കളയട്ടെ. ഓക്കെ, മണലൊക്കെ ഞാൻ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് സേഫായിട്ട്. ഗാർഡ് അല്ലെങ്കിൽ രാത്രി ഗാർഡിനെ വിളിക്കാൻ പറ്റില്ല. 24 സെക്കൻഡ് ഞാൻ അവിടെ കാത്തിരിക്കണോ? ഷിറ്റ്. ഓടിവാ. ഇറ്റ്സ് നൈറ്റ്, ഗെറ്റ് ടു ബെഡ്. അല്ലെങ്കിൽ രാത്രി കച്ചവടവും ഇല്ല അവന്മാർക്കൊക്കെ. ഉറക്കം. ഓക്കെ, ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ 2 എനർജി ഡ്രിങ്ക് ഉണ്ട്. നമുക്ക് താഴോട്ട് പോയിട്ട് എത്ര ദൂരം കുഴിച്ചു എന്നൊന്ന് കൺഫേം ആക്കണം. ഇനിയേശം ആ ഇരിക്കുന്ന സാധനം എന്താണെന്ന് കൂടെ നോക്കണം. ഓക്കെ, പരമാവധി കുഴിക്കാം സൈഡ്. അത് കുഴിക്കുന്നതിലാണ് കാര്യം. ഇനി എന്തായാലും താഴോട്ട് കുഴിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ സൈഡിലോട്ട് കുഴിക്കലല്ലേ നിവൃത്തിയുള്ളൂ. ലൈറ്റ് ആണല്ലേ? ആ ലൈറ്റ് അപ്പം തീർക്കണ്ടായിരുന്നു. ഇപ്പം കത്തിച്ച് വെച്ചാൽ മതിയായിരുന്നു. വെറുതെ ഇടയിൽ കൂടെ 2-3 മിനിറ്റ് സമയം പോയി മണ്ടലോട്ട് കയറി വരുന്നത്. എനർജി കുഴപ്പമില്ല, തീരട്ടെ. നമുക്ക് എനർജി ഡ്രിങ്ക് അടിക്കാം. 10 മീറ്റർ താഴോട്ട് പോയിട്ടില്ല. ഇതിപ്പോൾ 2ാമത്തെ സെക്ഷൻ എന്നിട്ട് നമ്മൾ സൈഡ് മാത്രം കുഴിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ എനർജി ഡ്രിങ്ക് തീർന്നു. കുഴിക്ക്. ഇതുവരെ വേറെ ക്ലൂ ഒന്നും കിട്ടിയതുമില്ലല്ലോ. ആരും ഒന്നും പറയുന്നില്ല. മിക്കവാറും നാളെ രാവിലെ വരുന്ന കത്തുണ്ടല്ലോ, കത്തിനകത്തുണ്ടാവും സംഭവം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്.
സാധാരണ എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറ്. ചിലപ്പോൾ താഴേക്ക് കുഴിക്കൽ നിർത്തിയിട്ട് ഇനിയിപ്പോൾ ഹൊറിസോണ്ടലി കുഴിക്കേണ്ടതായിട്ട് വരും. നൈസ്, നോക്കിയോ, ആവശ്യം പോലെ കുഴിച്ചു നമ്മള്. ചിലപ്പോൾ ഇനി ഹൊറിസോണ്ടലായിട്ടായിരിക്കും കുഴിക്കേണ്ടത്. കാരണം ഇല്ല, നമ്മൾ തുറന്നിരുന്ന ഭൂമിയുടെ അങ്ങേ അറ്റത്തെത്തിയാലോ അത് പ്രശ്നമല്ലേ. 13.3 മീറ്ററായി. ഓ നൈസറേ, വിട്ടാലും കുഴപ്പമൊന്നുമില്ല, ചാവത്തൊന്നുമില്ല കേട്ടോ. വണ്ടേന്ന് വീഴുന്നതിന് കുഴപ്പമൊന്നുമില്ല. 10 മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു തെങ്ങിന്റെ പൊക്ക, ഇത് വെച്ച് നമ്മൾ ഇത്രയും കുഴിച്ചു. ഓക്കെ, അപ്പോൾ ബാക്കി എന്താ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ചെയ്യാൻ മറക്കണ്ട. അപ്പം see you.